നമസ്കാരം. മലയാളികൾക്ക് ഉച്ചയ്ക്ക് മത്സ്യമില്ലാതെ ചോറ് കഴിക്കാൻ തന്നെ വലിയ ബുദ്ധിമുട്ടാണ്. മത്സ്യമാണെങ്കിലോ വലിയ കുറവുമാണിപ്പോൾ. നിലവിൽ പുറത്തുവരുന്ന റിപ്പോർട്ട് പ്രകാരം കേരളത്തിൽ മത്സ്യലഭ്യതയിൽ 4% കുറവെന്നാണ് കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനമായ CMFRIയുടെ പഠന റിപ്പോർട്ട് പുറത്തുവന്നിട്ടുള്ളത്. അതേസമയം കേരള തീരത്ത് മത്തിയുടെ അളവ് കൂടിയതായും CMFR പുറത്തിറക്കിയ അവരുടെ വാർഷിക റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഇന്ത്യൻ തീരങ്ങളിൽ നിന്ന് മത്സ്യബന്ധനത്തിലൂടെ ലഭിച്ചത് 34.7 ലക്ഷം ടൺ മത്സ്യമാണ്. മുൻ വർഷത്തേക്കാൾ ഇന്ത്യയിലാകെ 2%, കേരളത്തിൽ 4% സമുദ്ര മത്സ്യലഭ്യത കുറഞ്ഞതായി കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനത്തിന്റെ വാർഷിക പഠന റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. കേരളം സമുദ്ര മത്സ്യലഭ്യതയിൽ രാജ്യത്ത് 3ാം സ്ഥാനത്താണെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. 6.10 ലക്ഷം ടണ്ണാണ് ഒരു വർഷം കേരളം പിടിച്ചത്. 7.54 ലക്ഷം ടൺ മീൻ പിടിച്ച ഗുജറാത്തിനാണ് 1ാം സ്ഥാനം. തമിഴ്നാടിനാണ് 2ാം സ്ഥാനം. ദേശീയതലത്തിൽ കുറഞ്ഞെങ്കിലും കേരളത്തിൽ മത്തിയുടെ ലഭ്യത 7.9% വർദ്ധിച്ചതായാണ് പഠന റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ തവണ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ലഭിച്ച മത്സ്യവും മത്തി തന്നെയാണ്. 1.49 ലക്ഷം ടൺ മത്തിയാണ് കേരള തീരത്ത് നിന്നും പിടിച്ചത്. എന്നാൽ രാജ്യത്താകെ ഏറ്റവും കൂടുതൽ ലഭിച്ചത് അയലയാണ്. മത്തി കഴിഞ്ഞാൽ അയല, പിന്നെ വരുന്നത് ചെമ്മീൻ, അതിനുശേഷം വരുന്നത് കൊഴുവ, അതിനുശേഷം കിളിമീൻ എന്നിങ്ങനെയാണ് പട്ടിക വരുന്നത്. കേരളത്തിൽ കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ ലഭിച്ച മത്സ്യ ഇനങ്ങൾ ലഭിച്ച വർഷമാണ് 2024. കഴിഞ്ഞ വർഷത്തെ ആദ്യ മാസങ്ങളിൽ വളരെ കുറവായിരുന്നു മത്തിക്ക്. അതിനാൽ വില കിലോയ്ക്ക് 400 രൂപ വരെ എത്തിയിരുന്നു. എന്നാൽ സെപ്റ്റംബർ ഡിസംബർ മാസങ്ങളിൽ 1 ലക്ഷം ടണ്ണിലേറെ മത്തി ലഭ്യമായി. വില കിലോയ്ക്ക് 20 മുതൽ 30 രൂപ വരെ കുറയുകയും ചെയ്തു. മുൻ വർഷത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ 2024 തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിൽ മീൻ ലഭ്യത കുറഞ്ഞിട്ടുണ്ട്. മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള വടക്കൻ ജില്ലകളിലാകട്ടെ മത്സ്യലഭ്യത വർദ്ധിച്ചിട്ടുമുണ്ട്. രാജ്യത്താകെ വിവിധ യാനങ്ങളിൽ മീൻപിടുത്തത്തിന് പുറപ്പെട്ട 2.5 ലക്ഷം മത്സ്യബന്ധന ട്രിപ്പുകൾ പഠനത്തിന്റെ ഭാഗമായി നിരീക്ഷിച്ചു. ഒരു ട്രിപ്പിൽ യന്ത്രവത്കരണ യാനങ്ങൾ ശരാശരി 2959 കിലോഗ്രാം മത്സ്യവും മോട്ടോർ യാനങ്ങൾ ശരാശരി 174 കിലോഗ്രാം മത്സ്യവും പിടിച്ചതായി കണ്ടെത്തി. മോട്ടോർ ഇതര വള്ളങ്ങൾ ശരാശരി 41 കിലോ മത്സ്യമാണ് ഒരു ട്രിപ്പിൽ പിടിച്ചത്. CMFRIയിലെ ഫിഷറീസ് റിസോഴ്സസ് അസൈൻമെന്റ്, എക്കണോമിക്സ് ആൻഡ് എക്സ്റ്റൻഷൻ വിഭാഗമാണ് വാർഷിക സമുദ്ര മത്സ്യ ലഭ്യത കണക്കാക്കി റിപ്പോർട്ട് തയ്യാറാക്കിയതെന്നാണ് CMFRI വ്യക്തമായി പറഞ്ഞിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക് തത്വമൈ TV.